എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. ആദ്യത്തെ വേർഡാണ് ടെംപ്റ്റ്. ടെംപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിക്കുക എന്നാണ് മീനിങ്. ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ ഡയറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ആ കേക്ക് കൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? I am trying to diet, don't tempt me with that cake. I am trying to diet, don't tempt me with that cake. I am trying to diet എന്ന് പറഞ്ഞാൽ ഞാൻ ഡയറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാണ്. ഡയറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. സോ അതിനാണ് ഡയറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഡോണ്ട് ടെംപ്റ്റ് മീ വിത്ത് ദാറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ ആ കേക്ക് കൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കരുത് എന്നാണ് മീനിങ്. ഐ എം ട്രൈങ് ടു ഡയറ്റ്, ഡോണ്ട് ടെംപ്റ്റ് മീ വിത്ത് ദാറ്റ് കേക്ക്. ഇനി ഒരു എക്സാമ്പിളോട് പറയാം. അവർ ഭീമമായ ശമ്പളവും കമ്പനിക്കാരും വാഗ്ദാനം ചെയ്ത് അവനെ കമ്പനിയിൽ ചേരാൻ പ്രലോഭിപ്പിച്ചു. അതെങ്ങനെ പറയും? They tempted him to join the company by offering him a huge salary and a company car. They tempted him to join the company by offering him a huge salary and a company car. They tempted him to join the company എന്ന് പറഞ്ഞാൽ അവർ അവനെ കമ്പനിയിൽ ചേരാൻ പ്രലോഭിപ്പിച്ചു എന്നാണ്. ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേരുക. ബൈ ഓഫറിങ് ഹിം എ ഹ്യൂജ് സാലറി ആൻഡ് എ കമ്പനി കാർ എന്ന് പറഞ്ഞാൽ ഭീമമായ ശമ്പളവും കമ്പനിക്കാറും വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്നുള്ള മീനിങ് ആണ്. സോ ദേ ടെംപ്റ്റഡ് ഹിം ടു ജോയിൻ ദ കമ്പനി ബൈ ഓഫറിങ് ഹിം എ ഹ്യൂജ് സാലറി ആൻഡ് എ കമ്പനി കാർ. ഇനി അടുത്ത വേർഡാണ് ബിട്രേ. ബിട്രേ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ നിങ്ങൾ എൻ്റെ വിശ്വാസത്തെ വഞ്ചിച്ചു എന്നെങ്ങനെ പറയും? യു ബിട്രേഡ് മൈ ട്രസ്റ്റ്. യു ബിട്രേഡ് മൈ ട്രസ്റ്റ്. ബിട്രേ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക, വഞ്ചിച്ചു എന്ന് പറയാൻ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ബിട്രേഡ്. യു ബിട്രേഡ് മൈ ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ്. സോ നിങ്ങൾ എൻ്റെ വിശ്വാസത്തെ വഞ്ചിച്ചു എന്ന് പറയാനാണ് യു ബിട്രേഡ് മൈ ട്രസ്റ്റ്. ഇനി അടുത്ത വേർഡാണ് ലൈക്ക് വൈസ്. ലൈക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അതുപോലെ എന്നുള്ള മീനിങ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ പണം സംഭാവന ചെയ്യുകയും അതുപോലെ ചെയ്യാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഡൊണേറ്റഡ് മണി ആൻഡ് എൻകറേജ്ഡ് അതേഴ്സ് ടു ഡു ലൈക്ക് വൈസ്. ഐ ഡൊണേറ്റഡ് മണി ആൻഡ് എൻകറേജ്ഡ് അതേഴ്സ് ടു ഡു ലൈക്ക് വൈസ്. ഡൊണേറ്റ് എന്ന് പറഞ്ഞാൽ സംഭാവന ചെയ്യുക എന്നാണ്. സോ ഐ ഡൊണേറ്റഡ് മണി എന്ന് പറഞ്ഞാൽ ഞാൻ പണം സംഭാവന ചെയ്തു എന്നാണ്. എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക എന്നാണ്. സോ എൻകറേജ്ഡ് അതേഴ്സ് ടു ഡു ലൈക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് മീനിങ്. ഐ ഡൊണേറ്റഡ് മണി ആൻഡ് എൻകറേജ്ഡ് അതേഴ്സ് ടു ഡു ലൈക്ക് വൈസ്. ഇനി അടുത്ത വേർഡാണ് ഒബ്വിയസ്. ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ വ്യക്തം എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയണം, അവൾക്ക് അവനെ ഇഷ്ടമല്ലെന്ന് വ്യക്തമാണ്. അതെങ്ങനെ പറയും? It's obvious that she doesn't like him. It's obvious that she doesn't like him. It's obvious എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണ് എന്നാണ് മീനിങ്. She doesn't like him എന്ന് പറഞ്ഞാൽ അവൾക്ക് അവനെ ഇഷ്ടമല്ല എന്നാണ്. സോ അവൾക്ക് അവനെ ഇഷ്ടമല്ലെന്ന് വ്യക്തമാണ് എന്ന് പറയാനാണ് It's obvious that she doesn't like him. ഇനി അടുത്ത വേർഡാണ് ഫംബിൾ. ഫംബിൾ എന്ന് പറഞ്ഞാൽ തപ്പുക അല്ലെങ്കിൽ തപ്പിത്തടയുക എന്നുള്ള മീനിങ് ആണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അവൻ കുറച്ച് ചില്ലറയ്ക്കായിട്ട് അവൻ്റെ പോക്കറ്റിൽ തപ്പി എന്ന് പറയണം. അതെങ്ങനെ പറയും? ഹി ഫംബിൾഡ് ഇൻ ഹിസ് പോക്കറ്റ്സ് ഫോർ സം ചേഞ്ച്. ഹി ഫംബിൾഡ് ഇൻ ഹിസ് പോക്കറ്റ്സ് ഫോർ സം ചേഞ്ച്. ഹി ഫംബിൾഡ് ഇൻ ഹിസ് പോക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ പോക്കറ്റിൽ തപ്പി എന്നാണ് മീനിങ്. ഫോർ സം ചേഞ്ച്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചില്ലറ. സോ ചില്ലറയ്ക്കായിട്ട് അവൻ പോക്കറ്റിൽ തപ്പി എന്ന് പറയാനാണ് ഹി ഫംബിൾഡ് ഇൻ ഹിസ് പോക്കറ്റ്സ് ഫോർ സം ചേഞ്ച്. ഇനി അടുത്ത വേർഡാണ് ഡ്രൗസി. ഡ്രൗസി എന്ന് പറഞ്ഞാൽ ഉറക്കം വരുത്തുന്ന അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ,
ഈ സിനിമ ഭയങ്കര ബോറാണ്, അത് എന്നെ ഉറക്കം വരുത്തുന്നു അല്ലെങ്കിൽ മയക്കത്തിലാക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? This movie is so boring, it's making me feel drowsy. This movie is so boring, it's making me feel drowsy. This movie is so boring എന്ന് പറഞ്ഞാൽ ഈ സിനിമ വളരെ ബോറാണ് എന്നാണ്. ഇറ്റ്സ് മേക്കിംഗ് മീ ഫീൽ ഡ്രൗസി എന്ന് പറഞ്ഞാൽ അതെന്നെ മയക്കത്തിലാക്കുന്നു, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നു എന്നുള്ള മീനിങ് ആണ്. ഇതെന്നെ മയക്കത്തിലാക്കുന്നു. ദിസ് മൂവി ഈസ് സോ ബോറിംഗ്, ഇറ്റ്സ് മേക്കിംഗ് മീ ഫീൽ ഡ്രൗസി. ഇനി അടുത്ത വേർഡാണ് ഹേറ്റ്രഡ്. ഹേറ്റ്രഡ് എന്ന് പറഞ്ഞാൽ വെറുപ്പ് എന്നുള്ള മീനിങ് ആണ്. ഇപ്പം നമുക്കിങ്ങനെ പറയണം, അവരുടെ വാക്കുകൾ ഞങ്ങളോടുള്ള വെറുപ്പ് നിറഞ്ഞതായിരുന്നു. അതെങ്ങനെ പറയും? Their words were full of hatred for us. Their words were full of hatred for us. Their words എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കുകൾ എന്നാണ്. ഫുൾ ഓഫ് ഹേറ്റ്രഡ് ഫോർ us എന്ന് പറഞ്ഞാൽ ഞങ്ങളോടുള്ള വെറുപ്പ് നിറഞ്ഞ എന്നുള്ള മീനിങ് ആണ്. സോ അവരുടെ വാക്കുകൾ ഞങ്ങളോടുള്ള വെറുപ്പ് നിറഞ്ഞതായിരുന്നു എന്ന് പറയാനാണ് their words were full of hatred for us. ഇനി അടുത്തതാണ് ഹോൾഡ് വൺസ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ അവളുടെ തീരുമാനം മാറ്റാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവൾ അവളുടെ നിലപാടിൽ ഉറച്ചു നിന്നു എന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ പറയും? ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ചേഞ്ച് ഹെർ ഡിസിഷൻ ബട്ട് ഷീ ഹെൽഡ് ഹെർ ഗ്രൗണ്ട്. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ചേഞ്ച് ഹെർ ഡിസിഷൻ ബട്ട് ഷീ ഹെൽഡ് ഹെർ ഗ്രൗണ്ട്. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു എന്നാണ്. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം. സോ ടു ചേഞ്ച് ഹെർ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അവളുടെ തീരുമാനം മാറ്റാൻ. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ചേഞ്ച് ഹെർ ഡിസിഷൻ ബട്ട് ഷീ ഹെൽഡ് ഹെർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അവൾ അവളുടെ നിലപാടിൽ ഉറച്ചു നിന്നു എന്നാണ്. ഹോൾഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹെൽഡ്. സോ അവൾ അവളുടെ നിലപാടിൽ ഉറച്ചു നിന്നു എന്ന് പറയാനാണ് ഷീ ഹെൽഡ് ഹെർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞത്. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ചേഞ്ച് ഹെർ ഡിസിഷൻ ബട്ട് ഷീ ഹെൽഡ് ഹെർ ഗ്രൗണ്ട്. ഞാൻ അവളുടെ തീരുമാനം മാറ്റാൻ പരമാവധി ശ്രമിച്ചു, പക്ഷെ അവൾ അവളുടെ നിലപാടിൽ ഉറച്ച് നിന്നു. ഇനി അടുത്തത് അൺഅഫ്രെയ്ഡ്. അൺഅഫ്രെയ്ഡ് എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്ത അല്ലെങ്കിൽ ഭയമില്ലാത്ത എന്നുള്ള മീനിങ് ആണ്. സോ നമുക്കിങ്ങനെ പറയണം, അവൾ സ്റ്റേജിൽ സംസാരിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യമായിരുന്നു, പക്ഷെ അവൾക്ക് ഭയമില്ലായിരുന്നു. അതെങ്ങനെ പറയും? ഇറ്റ് വാസ് ഹെർ ഫസ്റ്റ് ടൈം ടു സ്പീക്ക് ഓൺ എ സ്റ്റേജ് ബട്ട് ഷീ വാസ് അൺഅഫ്രെയ്ഡ്. ഇറ്റ് വാസ് ഹെർ ഫസ്റ്റ് ടൈം ടു സ്പീക്ക് ഓൺ എ സ്റ്റേജ് ബട്ട് ഷീ വാസ് അൺഅഫ്രെയ്ഡ്. ഇറ്റ് വാസ് ഹെർ ഫസ്റ്റ് ടൈം ടു സ്പീക്ക് ഓൺ എ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ സംസാരിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യമായിരുന്നു എന്നാണ്. ബട്ട് ഷീ വാസ് അൺഅഫ്രെയ്ഡ്, പക്ഷെ അവൾക്ക് പേടിയില്ലായിരുന്നു. ഇറ്റ് വാസ് ഹെർ ഫസ്റ്റ് ടൈം ടു സ്പീക്ക് ഓൺ എ സ്റ്റേജ് ബട്ട് ഷീ വാസ് അൺഅഫ്രെയ്ഡ്. ഇനി അടുത്തതാണ് അറ്റ് ഈസ്. അറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ നൗണായിട്ടാണെങ്കിൽ ആശ്വാസം എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി വേർബായിട്ടാണെങ്കിൽ ആശ്വാസം ഉണ്ടാകുക, മനസ്സുഖം ഉണ്ടാകുക, അല്ലെങ്കിൽ വേദന ശമിപ്പിക്കുക, അങ്ങനത്തെ ഒരു മീനിങ് ആണ് അറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ. സോ നമുക്കിങ്ങനെ പറയണം, ഈ മരുന്ന് കഴിച്ചതിന് ശേഷം നിനക്ക് ആശ്വാസം ഉണ്ടാകും. അതെങ്ങനെ പറയും? യു വിൽ ബി അറ്റ് ഈസ് ആഫ്റ്റർ ടേക്കിംഗ് ദിസ് ടാബ്ലറ്റ്. യു വിൽ ബി അറ്റ് ഈസ് ആഫ്റ്റർ ടേക്കിംഗ് ദിസ് ടാബ്ലറ്റ്. യു വിൽ ബി അറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ നിനക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ള മീനിങ് ആണ്. ആഫ്റ്റർ ടേക്കിംഗ് ദിസ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം. സോ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം നിനക്ക് ആശ്വാസം ലഭിക്കും എന്ന് പറയാനാണ് യു വിൽ ബി അറ്റ് ഈസ് ആഫ്റ്റർ ടേക്കിംഗ് ദിസ് ടാബ്ലറ്റ്. ഇനി അടുത്ത വേർഡ് റിജക്റ്റ്. റിജക്റ്റ് എന്ന് പറഞ്ഞാൽ നിരസിക്കുക എന്നാണ് മീനിങ്. സോ നമുക്കിങ്ങനെ പറയണം, പരിചയക്കുറവ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് 25% അപേക്ഷകർ നിരസിക്കപ്പെട്ടു. അതെങ്ങനെ പറയും? 25% of applicants are rejected because of lack of experience. 25% of applicants are rejected because of lack of experience. 25% of applicants are rejected എന്ന് പറഞ്ഞാൽ 25% അപേക്ഷകർ നിരസിക്കപ്പെട്ടു എന്നാണ് മീനിങ്. ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാലോ പരിചയക്കുറവ് കാരണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് എന്നുള്ള മീനിങ് ആണ്.
ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പരിചയക്കുറവ് എന്നുള്ള മീനിങ് ആണ്. സോ 25% അപേക്ഷകർ പരിചയക്കുറവ് കൊണ്ട് നിരസിക്കപ്പെട്ടു എന്ന് പറയാനാണ് 25% ഓഫ് ആപ്ലിക്കൻസ് ആർ റിജക്റ്റഡ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.